അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ Yes. സെക്സ് പൊസിഷനിലുള്ള സ്കൾപ്ചേഴ്സ് എന്തുകൊണ്ടാണ് അവിടെ ഈ ക്ഷേത്രങ്ങളുടെ പിന്നിൽ എന്താണ് ഇത് വെച്ചിരിക്കുന്നത്, അല്ലെ പുറം മതിലുകളിൽ എന്തിനാണ് ഇത് വെച്ചിരിക്കുന്നത്? നിങ്ങൾ ഈ സെക്സിന്റെ എക്സ്ട്രീം സ്റ്റേറ്റ്, അത് വെറും സെക്സിന്റെ ഒരു ഇമേജസ് അല്ല വെച്ചിരിക്കുന്നത്. അവർ വളരെ പ്രണയബദ്ധരായി സെക്സ് ആസ്വദിച്ച് ചെയ്യുന്ന പല പൊസിഷൻസിന്റെ ഫോട്ടോസാണ്. അപ്പം അവിടെ ഒരു മനുഷ്യൻ അവന്റെ പുരുഷന് ശുക്ല വിസർജനം നടക്കുന്ന സമയത്ത് ബിയോണ്ട് ദ ടൈം ആൻഡ് പ്ലേസ്, അവൻ എവിടെയാണ്, ആരാണ്, എന്താണ്, കാലം എന്ത്, ദേശം എന്തൊന്നും അറിയില്ല. സ്ത്രീക്കും ഇത് തന്നെ രതിമൂർച്ച ടൈമില് ആരാണ്, എവിടെയാണ്, എന്താണെന്നൊന്നും അറിയില്ല. ആ ടൈമിൽ ബിയോണ്ട് ദ മൈൻഡ്, കാലത്തിനും അപ്പുറം പോയി. ഈ സെക്സ് പിക്ചർ എന്ന് പറയുന്നത് പുറത്താണ് വെച്ചിരിക്കുന്നത്. നിങ്ങൾ അകത്തെ അമ്പലത്തിൽ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. സെക്സിനെ ഒരു തെറ്റ് അല്ലെങ്കിൽ പാപം എന്നൊക്കെയുള്ള ഒരു കാഴ്ചപ്പാടിലാണ്. അതാണല്ലോ ഓഷോയെ സെക്സ് ഗുരു എന്ന് തന്നെ വിളിക്കുന്നത്. കാരണം സെക്സിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു ഒരു എൻലൈറ്റ്മെന്റിന്റെ ചെറിയ ലൈറ്റിംഗ് ഒരു മനുഷ്യൻ എല്ലായ്പ്പോഴും കിട്ടുന്നു. അബാക് മീഡിയയുടെ എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് പ്രദീപ് ജി ആണ്. നമസ്കാരം. 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 എനിക്ക് കുറച്ച് കുട്ടി സംശയങ്ങളുണ്ട്. അത് ഒന്ന് തീർത്തു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്രദീപ് ജി ആയിട്ട് കുറച്ചു നേരം സംസാരിക്കാന്ന് വിചാരിച്ചത്. തീർച്ചയായിട്ടും ചോദിക്കുകയാണെങ്കിൽ, അറിയാവുന്നതാണെങ്കിൽ പറഞ്ഞുതരാം. അതെ, എന്തായാലും അറിയായിരിക്കും. ഇപ്പൊ നമ്മളിപ്പോ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മൾ പല സ്കൾപ്ചേഴ്സ് കണ്ടിട്ടുണ്ട്. അപ്പോ അതിനകത്ത് ഈ സെക്സ് പൊസിഷനിലുള്ള സ്കൾപ്ചേഴ്സ് എന്തുകൊണ്ടാണ് അവിടെ ഉള്ളത് എന്നുള്ളത് എനിക്ക് പലപ്പോഴും സംശയങ്ങൾ തോന്നിയിട്ടുണ്ട്. അത് തെറ്റല്ലേ എന്നൊക്കെയാണ് ആദ്യമേ നമ്മൾ ചിന്തിക്കുക. അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ? എന്തായാലും ക്ഷേത്രങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് വളരെ വളരെ വിദഗ്ധന്മാരായ ആചാര്യന്മാരുടെ നിർദ്ദേശപ്രകാരമായിരിക്കും. ചുമ്മാതെ ഒരു കാര്യം അവരവിടെ ചെയ്തു വെക്കില്ല. അപ്പൊ അതിന്റെ പിന്നിലെ വളരെ കൃത്യവും വ്യക്തമായ ഒരു ശാസ്ത്രമുണ്ട്. അത് ഓഷോ പറഞ്ഞിരിക്കുന്നത് തന്നെ ഞാൻ പറഞ്ഞുതരാം. അപ്പം എൻ്റെതല്ലത്, ഓഷോയാണ് എനിക്ക് ആ അറിവ് പകർന്നു തന്നത്. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ഈ സെക്സ് പിക്ചർ എന്ന് പറയുന്നത് പുറത്താണ് വെച്ചിരിക്കുന്നത്. നിങ്ങൾ അകത്തെ അമ്പലത്തിൽ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പം സെക്സിനെ ഒരു തെറ്റ് അല്ലെങ്കിൽ പാപം എന്നൊക്കെയുള്ള ഒരു കാഴ്ചപ്പാടിലാണ്. അതാണല്ലോ ഓഷോയെ സെക്സ് ഗുരു എന്ന് തന്നെ വിളിക്കുന്നത്. കാരണം സെക്സിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞുപോയി. അത് പറഞ്ഞത് എന്നതാണെന്ന് പൂർണ്ണമായിട്ടും കേൾക്കാത്ത ആളുകളും മനസ്സിലാക്കാത്ത ആളുകളുമാണ് ഇത് പറയുന്നത്. ഈ ക്ഷേത്രങ്ങളുടെ പിന്നിൽ എന്താണ് ഇത് വെച്ചിരിക്കുന്നത്, അല്ലെ പുറം മതിലുകളിൽ എന്തിനാണ് ഇത് വെച്ചിരിക്കുന്നത്? നിങ്ങൾ ഈ സെക്സിന്റെ എക്സ്ട്രീം സ്റ്റേറ്റ്, അത് വെറും സെക്സിന്റെ ഒരു ഇമേജസ് അല്ല വെച്ചിരിക്കുന്നത്. അവർ വളരെ പ്രണയബദ്ധരായി സെക്സ് ആസ്വദിച്ച് ചെയ്യുന്ന പല പൊസിഷൻസിന്റെ ഫോട്ടോസാണ് വെച്ചിരിക്കുന്നത്. അപ്പം അവിടെ ഒരു മനുഷ്യൻ അവന്റെ ഫസ്റ്റ് മിന്നലാട്ടം എന്നാണ് ഓഷോ എന്ന് പറഞ്ഞിരിക്കുന്നത്. സദോരി എന്ന് പറയുന്ന അവസ്ഥ, അതായത് ഒരു എൻലൈറ്റ്മെന്റിന്റെ ഒരു ചെറിയ ലൈറ്റിംഗ് ഒരു മനുഷ്യൻ എല്ലായ്പ്പോഴും കിട്ടുന്നുണ്ട്. അതൊരു സ്ത്രീക്ക് രതിമൂർച്ച അനുഭവിക്കുന്ന സമയത്തും പുരുഷന് ശുക്ല വിസർജനം നടക്കുന്ന സമയത്തും ബിയോണ്ട് ദ ടൈം ആൻഡ് പ്ലേസ്, അവൻ എവിടെയാണ്, ആരാണ്, എന്താണ്, കാലം എന്ത്, ദേശം എന്തൊന്നും അറിയില്ല. സ്ത്രീക്കും ഇത് തന്നെ രതിമൂർച്ച ടൈമിൽ ആരാണ്, എവിടെയാണ്, എന്താണെന്നൊന്നും അറിയില്ല. ആ ടൈമിൽ ബിയോണ്ട് ദ മൈൻഡ്, കാലത്തിനും അപ്പുറം പോയി. ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിന്നലാട്ടം നിങ്ങൾക്ക് കിട്ടി. മനസ്സിനും അപ്പുറം, കാലത്തിനും അപ്പുറം, ദേശത്തിനും അപ്പുറം നമ്മൾ അനുഭവിച്ച എക്സ്പീരിയൻസ്, ആ ഒരു എക്സ്പീരിയൻസ് ഈ സെക്സിന്റെ എക്സ്ട്രീമിൽ കിട്ടുന്നുണ്ട്. ഇത് വെറും ഒരു മിന്നൽ മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ അകത്തോട്ട് ചെല്ലുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് അതാണ് ധ്യാനം. നിങ്ങൾ സെക്സിൽ ലഭിച്ചത് മിന്നലാട്ടമാണെങ്കിൽ അകത്ത് സൂര്യനാണ് ഇരിക്കുന്നത് എന്ന് സൂചിപ്പിച്ച് നിങ്ങളെ ആ ഇമേജിലൂടെ മനസ്സിലാക്കി തരാനാണ് ശരിക്കും ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ വെറും മിന്നലാട്ടമേ പുറത്ത് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളൂ. നിങ്ങൾ ധ്യാനത്തിലൂടെ അകത്ത് ചെല്ലുമ്പോൾ അത് വിഗ്രഹം പറയുന്ന ഒരു ഇമേജാണ്. രൂപത്തിലൂടെ നിങ്ങൾ രൂപമില്ലായ്മയെ അറിയുക. ആ രൂപം നിങ്ങൾ ധ്യാനാവസ്ഥയിൽ അതിനു മുമ്പിൽ ധ്യാന നിമഗ്നരായി നമ്മൾ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ഉള്ളിലേക്ക് ആ രൂപം കടന്നിട്ട് ആ രൂപം പോലും ഇല്ലാതെ, നമ്മൾ പോലും ഇല്ലാത്തൊരവസ്ഥ, അതാണ് ധ്യാനം എന്ന് പറയുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത്. ഒന്നും അറിയുന്നില്ലാത്ത ഒരു സ്റ്റേറ്റിലേക്ക്, അത് എക്സ്ട്രീമാണ്.
അപ്പൊ അവിടെ വലിയൊരു സൂര്യപ്രകാശമാണ് അവിടെ ഇരിക്കുന്നത്. നിങ്ങൾക്ക് മെഴുകുതിരി വെളിച്ചം മാത്രമേ ഉള്ളൂ ഇതിൽ നിന്നും കിട്ടിയിട്ടുള്ള സെക്സ്. എന്തുകൊണ്ടാണ് മനുഷ്യൻ സെക്സിന് വെറൈറ്റി സെക്സിന് വേറൊരാളെ തപ്പി പോകുന്നത്? ഈ കിട്ടിയ സദോരി, ഈ മിന്നലാട്ടം, ഇതിൽ കൂടുതൽ മറ്റാളിൽ നിന്ന് കിട്ടുമോ എന്ന അന്വേഷണത്തിന്റെ ഭാഗമാണ് മനുഷ്യൻ ഈ സെക്സിന്റെ പിന്നാലെ പിന്നെയും നടക്കുന്നത്. അവിടെ ഒരു എനർജി ട്രാൻസ്ഫർ അല്ലേ നടക്കുന്നത്? എനർജി ട്രാൻസ്ഫർ നിങ്ങൾ കാണുമ്പോൾ ശരിക്കും അത് പെരിഫറൽ. സത്യത്തിൽ അവിടെ എനർജി ട്രാൻസ്ഫർ മാത്രമല്ല, ഇൻ യാങ് കൂടിച്ചേരലാണ് നടക്കുന്നത്. പൗരുഷവും സ്ത്രൈണവും നമ്മൾ രണ്ടുപേരിലും, എന്നിലും ഉണ്ട് ഇന്നുണ്ട്, സ്ത്രൈണതയുണ്ട്, എന്നിലും ഉണ്ട്, യാങ് ഉണ്ട്, അത് പൗരുഷമുണ്ട്. എന്നിലെ കരുണ, കമ്പാഷൻ, സ്നേഹം ഇതൊക്കെ പറയുന്നത് ഈ സ്ത്രൈണഭാവം. എന്നിലെ ധൈര്യം, എന്ത് നേടിയെടുക്കാനുള്ള, ആക്ഷൻ എടുക്കാനുള്ള പവർ, ആ സാധനമൊക്കെ വരുന്നത് എന്നിലെ യാങ് ആണ്. അപ്പൊ ഈ എന്നിലെ തന്നെ പുരുഷൻ സ്ത്രീയും, ഇപ്പം നിങ്ങളെ പോലുള്ള സ്ത്രീകളിലെ തന്നെ പുരുഷനും സ്ത്രീയും ഉണ്ട് അതിൻ്റെ അകത്ത്, ഇനി യാങ് ഉണ്ട്. അപ്പൊ ഈ നിങ്ങളിലെ തന്നെ ഇന്നോ യാങ്ങോ കൂടുതൽ ഇൻബാലൻസ്ഡ് ആകുമ്പോഴാണ് ട്രാൻസ്ജെൻഡർ എന്നൊക്കെ പറഞ്ഞിട്ട് വേറൊരു വിഭാഗം വന്നിട്ടല്ലേ ഇപ്പൊ അതുപോലെ ഗവൺമെന്റ് അംഗീകരിച്ചു കൊടുക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പൊ അത് ഇല്ലാത്തതല്ല, നമ്മളിൽ എല്ലാവരിലും ഈ സ്ത്രൈണ ഊർജ്ജമുണ്ട്, പൗരുഷ ഊർജ്ജമുണ്ട്. ഈ പൗരുഷ ഊർജ്ജവും സ്ത്രൈണ ഊർജ്ജവും കൂടി മെർജ് ചെയ്യുന്ന എനർജി ട്രാൻസ്ഫർ ആണ് ഈ പറയുന്ന സെക്സിന്റെ അകത്തോടെ നടക്കുന്നത്. അപ്പൊ അത് എന്തായി മാറുകയാണ്? ഒന്നായി മാറുകയാണ്. ആ ഒന്നായി മാറുന്ന അവസ്ഥയാണ് എക്സ്ട്രീം സ്റ്റേറ്റ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന മിന്നലാട്ടം സദോരി എന്ന് പറയുന്ന. സദോരി അല്ല, അതിനെ പറയാം ഒരു മിന്നലാട്ടം എന്ന് മാത്രമാണ് അതിനെ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു മെഴുകുതിരി വെളിച്ചം പുറത്ത്, അകത്ത് സൂര്യനാടാ ഇരിക്കുന്നത് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ ആചാര്യന്മാർ ചെയ്തു വെച്ചിരിക്കുന്ന ആചാരങ്ങൾ, അത് ഇമേജസിലൂടെ നിങ്ങളുടെ ഉള്ളിലേക്ക് ഇംപ്രഷനും ഇമോഷനും വന്നാലേ ഉള്ളൂ അത് മെമ്മറി പതിയുള്ളൂ. മെമ്മറി എന്ന് പറയുന്നത് നിങ്ങളുടെ സ്റ്റോറേജ് ആണ് അറിവെന്ന് പറയുന്നത്. ഈ മിന്നലാട്ടത്തിന് ഒരു ഉത്തമമായിട്ടുള്ള ഒരു ഉദാഹരണം അത് സെക്സ് തന്നെയാണോ? അല്ല, നിങ്ങൾ അറിയുന്നത്, എല്ലാവരും അറിയുന്നത്. ഇപ്പൊ കോമൺ എന്ന് പറയാൻ അതല്ലാതെ ധാരാളം ഉണ്ട്. ഇപ്പൊ ബൈക്ക് റേസ് ചെയ്ത് പോകുന്ന പിള്ളേരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവര് റേസ് ചെയ്യുമ്പോ നിങ്ങൾ വിചാരിക്കുന്ന ഭ്രാന്തി, എന്ത് സുഖം, ടോൺ, അതവന് സൗണ്ട് കിട്ടണം. അവന്റെ ഒരു ധ്യാനാവസ്ഥയിലാണ്. ഈ ധ്യാനാവസ്ഥയിൽ അവൻ പോകുന്നത് എന്തിനാണെന്നറിയോ? ഇവൻ എവിടെയെങ്കിലും ചെന്ന് ഇതിനു മുമ്പ് ഇങ്ങനെ വിട്ടടിച്ചു പോയപ്പോ ഏതോ വണ്ടിയുടെ മുമ്പിൽ ചെന്ന് വിട്ടിട്ട് സ്റ്റക്കായി, ബിയോണ്ട് ദ ടൈം ആൻഡ് പ്ലേസ്, എന്ത് ചെയ്യണമെന്നറിയാതെ അവൻ ആ ധ്യാനം കിട്ടി, സദോരി കിട്ടി. ഈ സദോരിക്ക് അവൻ പിന്നെ ഈ കത്തിച്ച് വിട്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ അവനിലെ സ്പിരിച്വാലിറ്റിയാണ് ശരിക്കും എന്ന് പറഞ്ഞ പിള്ളേർ ഈ ഡ്രഗ്സ് ഒന്നും അടിച്ചിട്ട് നടക്കുന്നതല്ല ഞാൻ പറഞ്ഞത്. അല്ലാതെ ഇതിൽ റേസ് ചെയ്യുന്നവരൊക്കെ ശ്രദ്ധിച്ചു, ഇത് കഴിയുമ്പോൾ അവർ പതുക്കെ സ്പിരിച്വൽ റൂട്ടിലേക്ക് കടന്നു വരുന്നത് നമുക്ക് കാണാം. പല ആളുകളെയും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അത് എന്റെ കൂടെ അനുഭവം ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഈ പോപ്പുലറിൽ അന്ന് ഈ പറയുന്ന എന്താ പറയുന്ന ചേംബർ ഒക്കെ വെച്ചിട്ട് ആ ടോൺ കിട്ടണം എനിക്ക്, എന്നാലേ ഉള്ളു. എന്നിട്ട് ഇങ്ങനെ ഒരു പ്രാവശ്യം ബസ്സിന്റെ മുമ്പിൽ ചെന്ന് പെട്ടു, ഞാൻ അത് തീർന്നു. ബ്രേക്ക് ഒക്കെ പിടിച്ചിട്ട് എല്ലാം അവസാനിച്ചു. കുറച്ച് സമയത്തേക്ക് ഒന്നും അറിയില്ല. പിന്നെ ബസ്സിന്റെ ഡ്രൈവറുടെ തെറിയൊക്കെ കേട്ടപ്പോഴാണ് ബോധം വന്നത്. അപ്പൊ ആ ഒരു അവസ്ഥ കിട്ടിയപ്പോൾ ഇത് പിന്നീട് അറിഞ്ഞോണ്ടല്ല, ഇത് പിന്നീടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതും ഓഷോ പറഞ്ഞതെന്നാണ്, അല്ലാതെ ഞാൻ എന്റെ അറിവിൽ നിന്ന് പറയുന്നല്ല. ഇതൊന്നും ഓഷോ തന്നെയാണ് പറഞ്ഞത്. ഇതൊക്കെയും ഇതിന്റെ പിന്നിലെ ചില കാര്യങ്ങളുണ്ട്. എല്ലാവരും എന്തിലേക്കാണ് പോകുന്നത്. അപ്പം അങ്ങനെ കിട്ടുന്നുണ്ട്, ധ്യാനത്തിൽ കിട്ടുന്നുണ്ട്, ജപം. ചിലർ ജപിച്ച് അജപം എന്ന സ്റ്റേറ്റ് വരും, ജപം ഇല്ലാത്തൊരവസ്ഥ വരും. അപ്പൊ ദർ ഈസ് നോ മൈൻഡ്. എന്തെങ്കിലും ഒരു വാക്ക് നിങ്ങളുടെ ഉള്ളിൽ ഉച്ചരിക്കുന്നുണ്ടെങ്കിൽ അവിടെ മനസ്സുണ്ട്. ധ്യാനവും മെഡിറ്റേഷനും രണ്ട് എന്ന് പറയും. ജപിക്കുക എന്ന് പറയുന്നത് മെഡിറ്റേഷനാണ്. നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യാൻ, അത് ധാരണ. നിങ്ങളൊരു ഏതെങ്കിലും പുറത്തുള്ള ഒരു ഒബ്ജക്റ്റിലോട്ട് ഫോക്കസ് ചെയ്യുന്നതിനെയാണ് ധാരണ എന്ന് പറയുന്നത്. അതാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ ഫോക്കസ് ചെയ്തിരിക്കുന്നിടത്ത് ഒരു ഒബ്ജക്റ്റും ഇല്ലാത്ത അവസ്ഥ, ഞാൻ ബോധം മാത്രം എത്തുന്ന ഒരു സ്റ്റേറ്റിനെയാണ് ധ്യാനം. അതൊരു ബുദ്ധഹുഡ് എന്നൊക്കെയാ പറയുന്നത്. അത് ബുദ്ധത്വം, അതായത് സ്റ്റേറ്റ് ആണ്. ധ്യാനം എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. ആ അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നതായിട്ടുള്ള ഒരു ടൂളാണ് മെഡിറ്റേഷൻ. അപ്പം ഇതെല്ലാം ഇതുമായിട്ട് കണക്റ്റഡ് ആണ്. ഈ എല്ലാ മതത്തിന്റെയും ആന്തരികമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ധ്യാനത്തിലേക്ക് നയിക്കാനുള്ളതാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇന്നത് പ്രാർത്ഥനയിലേക്ക് മാറിപ്പോയി, പെരിഫറലിലേക്ക് ഒതുങ്ങിപ്പോയി. നിങ്ങളെ ധ്യാനിപ്പിക്കാനല്ല ഈ ക്ഷേത്രങ്ങളോ പള്ളികളോ മോസ്കുകളോ ഒന്നും ശ്രമിക്കുന്ന, പ്രാർത്ഥിക്കാനായിട്ടാണ്, പൂജ ചെയ്യാനായിട്ടാണ്, നിങ്ങൾ കുർബാന കഴിപ്പിക്കാനായിട്ടാണ്. അങ്ങനെയുള്ള വഴിപാടുകൾ ചെയ്ത് നിങ്ങളെ ഫിസിക്കലി നിർത്തുക, മെറ്റീരിയലി നിർത്തുക എന്നുള്ള തലത്തിലേക്കാണ്
ഇപ്പൊ നിൽക്കുന്നത്. അതിനും അപ്പുറം പണ്ട് ആചാര്യന്മാർ ചെയ്തു വെച്ചിരിക്കുന്നത്, ആചാരങ്ങൾ സൃഷ്ടിച്ച ഗുരുക്കന്മാരുടെ കൂട്ടത്തിൽ നിന്ന ശിഷ്യരാണ് ഈ ആചാര്യന്മാർ എന്ന് പറയുന്നത്. ആചാരങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്ന ഒരു ഗുരുക്കന്മാരല്ല ശരിക്കും. ഗുരു അറിഞ്ഞത്, ഗുരു പകർന്നു കൊടുത്തതേ ഉള്ളൂ. അവർക്കത് ലഭിച്ചിരിക്കുന്ന ഇമേജസിലൂടെ, ഇംപ്രഷൻസിലൂടെ ഒക്കെ ആയിരിക്കും. അപ്പൊ അവരാണ് ഇതിനെ എങ്ങനെ ഒരു മനുഷ്യനെ ധ്യാനാവസ്ഥയിലേക്ക് കൊണ്ടുവരാം, ഈ ഒരു പൂർണ്ണമായ സദോരി അതിനെ എൻലൈറ്റ്മെന്റിലേക്ക് കൊണ്ടുവരാൻ, ബോധം തെളിക്കാം എന്നതിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ച ഇതെല്ലാം ക്ഷേത്രങ്ങളിലാണെങ്കിലും പള്ളികളിലാണെങ്കിലും എല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത് നിങ്ങളെ ഡീപ് ധ്യാനത്തിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ്. ഇപ്പൊ നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചു, നമ്മള് ഭാഗവത സപ്താഹമൊക്കെ നടത്തുന്നു അല്ലേ? ഇതെല്ലാം നടത്തുമ്പോൾ ഏതെങ്കിലും ഹിമാലയത്തിലൊക്കെ സന്യാസത്തിൽ ഇരിക്കുന്ന സന്യാസിമാരെ നിങ്ങൾ ഈ ഭാഗവത സപ്താഹം കേൾക്കാൻ വന്നിരിക്കുന്ന കണ്ടിട്ടുണ്ടോ? എന്തേ? അത്രയും മഹത്തരമായ അത്രയും മഹത്തരമായ ഒരു കാര്യമാണ് അതൊക്കെ. എങ്കിലും എന്തുകൊണ്ടാണ് അവരെപ്പോലുള്ള ആളുകൾ വരാത്തത്? അത് പ്രീ ഡിഗ്രിക്കാർക്ക് വേണ്ടിയിട്ടുള്ളതോ അല്ലെങ്കിൽ 1ാം ക്ലാസ്സിലോ 2ാം ക്ലാസ്സിലോ 3ാം ക്ലാസ്സിലോ 10ാം ക്ലാസ് വരെയുള്ള ആ പിള്ളേർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന പ്രോസസ്സ് എന്ന് കരുതിയാൽ മതി അതിനെ. അത് PhD കഴിഞ്ഞിരിക്കുന്ന അവർക്ക് ഇതിന്റെ ആവശ്യമില്ല. അപ്പൊ ഈ പ്രോസസ്സുകളൊക്കെയും ചെയ്യുന്നത് നിങ്ങൾ എന്തിലേക്ക് നയിക്കാനാണ്? നോ മൈൻഡ് എന്ന അവസ്ഥ നിങ്ങൾ തിരിച്ചറിയണം, അനുഭവിക്കണം. മനസ്സില്ലായ്മയിലേക്ക് എങ്ങനെ വരും? രൂപം ഇല്ലായ്മയിലേക്ക് എങ്ങനെ വരും? ജപം അജപമായി എങ്ങനെ വരും? ജപം ഇല്ലായ്മയിലേക്ക് വരും. അപ്പൊ ധ്യാനത്തിന് എല്ലാവരും പറയും മൂക്കിലൂടെ ശ്വാസം എടുക്കുന്ന ശ്രദ്ധിക്കാൻ പറയും അല്ലേ? നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു, ഒന്ന് കണ്ണടച്ച് ഒരു മിനിറ്റ് ഒന്ന് ശ്രദ്ധിച്ചു. അപ്പൊ നിങ്ങൾ കണ്ണടച്ചിട്ടൊന്ന് നോക്കിയോളൂ. ശ്വാസാകത്തേക്ക് പോകുമ്പോൾ നിങ്ങളുടെ മൈൻഡ് ഇപ്പൊ പറയാം എന്റെ ശ്വാസാകത്തോട്ട് പോവാണ്, തന്നെ അകത്ത് വർത്താനം പറയുന്നില്ലേ? ദാറ്റ് ഈസ് മൈൻഡ്. പക്ഷെ ഇത് എക്സ്പീരിയൻസ് ചെയ്യുക മാത്രം ഒന്ന് നോക്കിക്കേ, അതാണ് ധ്യാനം. അതായത് ഭയങ്കര ബ്ലാങ്ക് ആയിട്ട് നിൽക്കുന്ന ഒരു ഒന്നും അവിടെ നിശബ്ദമായിരിക്കണം. അപ്പോഴേ ഉള്ള ധ്യാനം എന്ന അവസ്ഥയിലേക്ക് എത്തുന്നുള്ളൂ. അതുവരെ നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ധാരണയിലാണ്. ആ ശ്വാസവുമായി അത് ഫോക്കസ് ചെയ്ത ധാരണയിലാണ്. അവിടെ നിങ്ങളുടെ മനസ്സ് പ്രവർത്തിക്കുകയാണ്.